നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ നിധിയെയും കൂട്ടി രാജയും വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുവാണ്. ഈ സമയത്ത് സുധീഷിന്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും എന്നുള്ള കാര്യത്തിൽ. ഒരു പക്ഷേങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പം നിധിയെ ഇങ്ങോട്ടേക്ക് വിടാതിരിക്കുവോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ താൻ പെട്ടുപോകും. എന്താണെങ്കിലും കൂടെ താനും കൂടെ ചെല്ലാന്ന് പറയുന്നത് നല്ല കാര്യമായി. അവളെ അങ്ങനെ അവിടെ പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ അവർ വീട് വിട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ഭയങ്കര സങ്കടമായിരുന്നു നികേഷിന്. നികേഷാണെങ്കിലോ സങ്കടപ്പെട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ നിധി ആശ്വസിപ്പിച്ചു. അതെ, ഒരാഴ്ച കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരത്തില്ലേ, സങ്കടപ്പെടാന്നൊക്കെ പറഞ്ഞ് നികേഷിനെ ആശ്വസിപ്പിച്ചു. അതുപോലെ തന്നെ സുഭാഷും പറഞ്ഞു, എടാ നിന്റെ ഏടത്തിയമ്മ അവിടെ നിൽക്കാൻ പോകുന്നതല്ല, ഇങ്ങോട്ടേക്ക് തിരികെ വരുമെന്ന് പറഞ്ഞു. എന്നാലും നികേഷിന് സങ്കടമായിരുന്നു. കാരണം നികേഷ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ സമയം ചെലവഴിക്കുന്ന നിധിയോടൊപ്പമാണ്. അവർ രണ്ടുപേരും അത്രയ്ക്ക് നല്ല കൂട്ടാണ്. ഇനിയിപ്പം നിധി അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ താൻ ഒറ്റയ്ക്കായി പോകില്ലോ പാല എന്നൊക്കെ ഒരു ചിന്ത നികേഷിൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ അവർ പോകാനായിട്ട് കാറിൽ കയറുന്ന സമയത്ത് രാജുവും പറഞ്ഞു, അല്ല സുധീഷ് നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നില്ലേ, ഒരു കാര്യം ചെയ്യുക, സുധീഷ് ഡ്രൈവ് ചെയ്തോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷിന് ദേഷ്യമായി. എന്ത് ചെയ്യാൻ പറ്റും, എന്തേലും പറയാൻ പറ്റുമോ? അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ സുധീഷ് ഡ്രൈവ് ചെയ്തോ, ഞാൻ പുറയിലിരുന്നാളാന്ന് പറഞ്ഞു. അങ്ങനെ രാജുവും പോയി പുറയിലിരിക്കുകയാണ്. നിധിയും കൂടെ പുറയിലിരുന്നു. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒട്ടും സഹിച്ചില്ല സുധീഷിന്. താൻ അവിടെ ഇരിക്കണ്ട, ഇങ്ങനെ ഇവിടുന്ന് ഡ്രൈവ് ചെയ്യുവായിരുന്നെങ്കിൽ തനിക്ക് നിധിയോടൊപ്പം ഇരിക്കുമായിരുന്നു. തൻ്റെ നല്ലൊരു അവസരം ഇയാൾ കാരണം നഷ്ടപ്പെടുത്തിയത് എന്നൊക്കെ ഒരു ചിന്ത സുധീഷിൻ്റെ മനസ്സിലുണ്ടായി. ഇയാൾ മനഃപൂർവ്വം തനിക്കിട്ട് പണി തരുന്ന. എന്ത് ചെയ്യാൻ പറ്റും, എന്തേലും ചെയ്യാൻ പറ്റുമോ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒടുവിൽ അവരങ്ങോട്ട് പോവാണ്. ആ സമയത്ത് ഹരീഷ് വർക്ക്ഷോപ്പിലേക്ക് വന്നു. വർക്ക്ഷോപ്പിൽ ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് നീതുവിൻ്റെ വരവ്. നീതു വന്നിട്ട് ചോദിച്ചു, എന്തായി, എൻ്റെ സ്കൂട്ടി പണിത് കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഹരീഷ് പറഞ്ഞു, ആ പണിത് കഴിഞ്ഞു. ഓ, ഇന്നെങ്കിലും തരൂലോ അല്ലേ, എത്ര ദിവസമായി ഞാൻ ഈ നടപ്പ് തുടങ്ങിയിട്ട്. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, അതെ ഈ സ്കൂട്ടി പണിയാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് നല്ല പണിയുള്ള വണ്ടിയാണെങ്കിൽ കുറച്ച് താമസം പിടിക്കും, അതാ ഇത്ര ലേറ്റ് ആയത്, അല്ലാതെ എൻ്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം നീതു പറഞ്ഞു, പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഇവിടെ വർക്ക്ഷോപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല ഞാനിവിടെ കൊണ്ടുതന്നെ. എങ്കിൽ പിന്നെ അവിടെ കൊണ്ടേ കൊടുക്കാൻ പറ്റില്ലായിരുന്നു, എൻ്റെ അടുത്ത് എന്തിനാ കൊണ്ടു തന്നേന്ന് ചോദിച്ചു. ആ അത് പിന്നെ മുമ്പൊക്കെ ഇവിടെ കൊണ്ടു തരുമായിരുന്നല്ലോ, അപ്പം അതുകൊണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീതു അപ്പം അതൊക്കെ തലയുരാൻ നോക്കണം. ആ സമയം ഹരീഷ് നീതുവിനെ ഒന്ന് നോക്കി. നീതി ചോദിച്ചു, അല്ല നന്നായിട്ട് പണിതിട്ടൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. നന്നായിട്ട് പണിതിട്ടുണ്ട്, സംശയം ഉണ്ടോ നോക്കാൻ പറഞ്ഞു. അല്ല എത്ര രൂപയായി? പൈസയൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് അങ്ങോട്ട് ചെയ്ത് തന്ന് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഇനി എന്നെ ഇങ്ങോട്ടേക്ക് നടത്തിക്കുവോ എന്ന് ചോദിച്ചു. എന്തിന്? അല്ല ഫ്രീ ആയിട്ട് വണ്ടി പണിത് തന്നിട്ട് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ വണ്ടി കേടാവോന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ല, ധൈര്യമായിട്ട് പോകാമെന്ന് പറഞ്ഞു. ഒടുവിൽ നീതു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, വണ്ടി ഒന്ന് ഓടിച്ച് കാണിക്കുക, എനിക്കറിയണമല്ലോ സ്റ്റാർട്ടിങ് ആണോ അല്ലേ എന്നൊക്കെ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അങ്ങനെ ഓടിക്കാൻ കയറുന്ന സമയത്ത് ഹരീഷിനോട് നീതു പറഞ്ഞു, അത് തനിച്ചങ്ങ് പോകണ്ട, ഞാനും കൂടെ വരാം, എനിക്കും അറിയണമല്ലോ വഴി വല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ, വണ്ടി ഓഫായി പോകുന്നുണ്ടോ എന്നൊക്കെ. എൻ്റെ കൂടെ വരാനാ? അതെ, ഇച്ചങ്ങ് നീങ്ങിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഹരീഷിൻ്റെ പിന്നിൽ നീതുവും കൂടെ കയറി. പിന്നീട് നീതു ഹരീഷിൻ്റെ തോളത്തേക്ക് കൈയെടുത്ത് വെച്ചു. ഒരു നിമിഷം ചന്തുവൊക്കെ അന്തം വിട്ടുപോയി. കൊള്ളാലോ ഇതെന്നോർത്തു. ഹരീഷിന് ഭയങ്കര സന്തോഷമായി. കാരണം ആദ്യമായിട്ടാണ് നീതുവിൻ്റെ ഇങ്ങനെ പിന്നിലെടുത്തി കൊണ്ടുപോകുന്നത്. അങ്ങനെ ഹരീഷ് സന്തോഷത്തോടെ ഒരു സ്കൂട്ടി എടുത്തു. നീതും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. അങ്ങനെ അവർ ഒരു റൗണ്ട് വെച്ച് തിരികെ വരുന്നുണ്ട്. വന്നു കഴിഞ്ഞപ്പോഴത്തെ നീതു പറഞ്ഞു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വണ്ടിയൊക്കെ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നേ. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ഹരീഷ് പറഞ്ഞു, അതെ ഇടയ്ക്കിടയ്ക്കേക്ക് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. എന്തിന്? വണ്ടി പണിത് കിട്ടിയല്ലോ, ഇനിയിപ്പം ഞാൻ എന്തിനാ വരുന്നേ? അതിന് നിങ്ങൾ എൻ്റെ ലവറോ മറ്റോ ആണോന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ലല്ലോ, ലവൊന്നും ഇല്ലോ എന്ന് പറഞ്ഞു. ആ സമയം ഹരീഷ് പറഞ്ഞു, ഇനിയിപ്പോൾ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ, എപ്പോഴും ഒരേപോലെ ആണോന്ന് ചോദിച്ചു. നീതു പറഞ്ഞു, എനിക്കറിയാം നിങ്ങളുടെ സ്നേഹം എങ്ങനെയാന്ന്. എന്നിട്ട് അവസാനം നിങ്ങൾ പറയും നിങ്ങളുടെ ചേട്ടനെ കല്യാണം കഴിച്ചോളാൻ പറയും. അപ്പോഴേക്കും ഹരീഷിന് സങ്കടമായി. ഒരു തവണ ഒരു മനുഷ്യന് അബദ്ധം പറ്റിയെന്ന് ഓർത്തുകൊണ്ട് എപ്പോഴും അത് തന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല. അതിന് ഞാൻ സോറിയും പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ അത് പറയേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. നീതിന് മനസ്സിലായി ഇപ്പോൾ ഹരീഷിന് തന്നോട് ഭയങ്കര സ്നേഹമാണ്, തന്നോട് പ്രണയം ഉണ്ടെന്ന്. അങ്ങനെ ഒടുവിൽ നീതു സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഹരീഷിനെ. ഹരീഷ് സന്തോഷത്തോടു കൂടിയിട്ട് നോക്കി നിൽക്കുന്ന കാഴ്ച കണ്ടത്. ഇതേ സമയത്ത് സുധീഷും നിധിയും രാജുവിനും ഒക്കെ നിധിയുടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ കാറ് ഗേറ്റ് കഴിഞ്ഞ് വരുന്നേ അവിടെ ഉണ്ട്. ഹേമ കണ്ടു. ഹേമ ഒന്നിങ്ങനെ നോക്കുവാണ്. നിധി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സന്തോഷമായി. പിന്നെ സുധീഷും കൂടെ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും മുഖമൊക്കെ അങ്ങോട്ട് മാറി.
ഒടുവിൽ നിധി സുധീഷും അവരൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഹേമയുടെ അടുത്തേക്ക് സാന്ദ്ര വന്ന് ദേ അമ്മേ അവരെത്തിയില്ലോ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് രാജീവിനെ ഇറങ്ങി വന്നിട്ട് ചീത്ത എന്ത് നോക്കി നിൽക്കുക, ദേ ആദ്യമായിട്ട് ഇവർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതല്ലേ, അപ്പോൾ ആരതിക്ക് ഒഴിഞ്ഞു വേണ്ടേ സ്വീകരിക്കാനായിട്ട്, പോയി ആരതിയൊക്കെ എടുത്തോണ്ട് ഞാൻ പറഞ്ഞു. അപ്പോഴേക്ക് സാന്ദ്ര അകത്തേക്ക് പോയി ആരതി എടുത്തോണ്ട് വന്നു. ഹേമയുടെ കൊടുത്തിട്ട് പറഞ്ഞു, ഹേമ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് അനുകരിക്കാൻ പറഞ്ഞു. ഹേമ നോക്കി, സുധീഷാണ് ആകെപ്പാടെ വല്ലാതെ നിൽക്കുവാണ്. ഇവരുടെ പ്ലാനും പദ്ധതികളും എന്താണെന്ന് അറിയത്തില്ല, എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോഴേക്കും അരുണും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നു. അരുൺ സുധീഷിനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടാ എന്നുള്ള രീതിക്ക്. പിന്നീട് ആരതി ഒഴിയാനായിട്ട് തുടങ്ങുന്ന സമയത്ത് രാജുവും പറഞ്ഞു, ഇതെന്താ ഹേമ ഇങ്ങനെ, സുധീഷിനെ കൂടെ അടുത്ത് ചേർത്തങ്ങ് നിർത്തി രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആരതി ഒഴിയാൻ പറഞ്ഞു. അങ്ങനെ സുധീഷും കൂടെ അടുത്ത് നിന്നു. രണ്ടുപേരെ ആരതിയൊക്കെ ഒഴിഞ്ഞു. അകത്തേക്കാണ് കയറ്റാൻ തുടങ്ങുന്ന സമയത്ത് സുധീഷ് പറഞ്ഞു ഭാഗം എടുത്തില്ല, ഭാഗം എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഭാഗമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അരുൺ പറഞ്ഞു, അതെ മോളെ നീ ഒരു കാര്യം ചെയ്യുക, പോയി വേഷമൊക്കെ ഒന്ന് മാറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടോ ഒന്ന് ഫ്രഷ് ആയിട്ടോ അതിനുശേഷം നമുക്ക് ആഹാരമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നിധി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. സുധീഷിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു. അത്രയും വലിയൊരു വീട്ടിൽ ആകെപ്പാടെ വല്ലാത്തൊരു ഫീലിങ്സ് തോന്നുവാണ്. കുറച്ച് കഴിഞ്ഞപ്പം അങ്ങനെ എല്ലാവരും കൂടെ ആഹാരം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. സുധീഷിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഡൈനിങ് ടേബിളിലിരിക്കുന്ന അവരെല്ലാം ആഹാരം കഴിക്കുന്നത്. അപ്പം നിധിക്ക് വേണ്ടിയിട്ട് നിധിയുടെ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളെല്ലാം അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സുധീഷ് അവിടെ നിധിയുടെ അടുത്തിരുന്ന് കഴിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അരുണിന് നല്ല ദേഷ്യമാണ്. അവൻ വന്ന് കയറിയിരിക്കുന്നു, അതും ഡൈനിങ് ടേബിളിൽ നിലത്തിരുന്ന് കഴിക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവനാ. അവന് നിങ്ങളുടെ വീട്ടിൽ ഡൈനിങ് ടേബിളിൽ കയറിയിരിക്കുന്നു. അതിങ്ങനെ ഡ്രൈവറായിട്ട് വന്നവനാണ്. എന്നിട്ടാണ് ഇപ്പം സാരല്ല പണി കൊടുക്കുക എന്നൊരു ചിന്തയായിരുന്നു അരുണിൻ്റെ മനസ്സിലുണ്ടായിരുന്നേ. അങ്ങനെ ആഹാരം കഴിക്കുന്ന സമയത്ത് നിധിക്ക് വേണ്ടിയിട്ട് ഹേമ എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് കൊടുക്കണം, മോളെ കഴിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. നിധിയെ കണ്ടു കഴിഞ്ഞപ്പം ഹേമയ്ക്ക് ആദ്യം സങ്കടം ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഒളിച്ചോടി പോയല്ലോ എന്നൊക്കെ ഒരു ചിന്ത. എന്നാലും മോളല്ലേ എത്രയെന്ന് വെച്ചാൽ തള്ളിക്കളയാൻ പറ്റില്ലോ. അങ്ങനെ നിധിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ആഹാരമൊക്കെ കൊടുക്കുന്നതൊക്കെ. അങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോളെ ഇത് കഴിക്കുക അത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിക്കണം. സുധീഷിനവിടെ കഴിക്കാൻ പോലും തോന്നില്ല. അപ്പോഴേക്കും രാജുവും പറഞ്ഞു, മരുമോൻ എന്താ കഴിക്കാതിരിക്കുന്നത്, കഴിക്കാൻ പറഞ്ഞു. പക്ഷേ സുധീഷ് ജസ്റ്റ് കഴിച്ചെന്ന് മാത്രം വരുത്തിയുള്ളൂ. അതെ, ഇന്ന് നിധിയുടെ സ്പെഷ്യൽ എവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്, കുറേ ദിവസം കൂടിയിട്ടല്ല നിധി ഈ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്നത്. അതുകൊണ്ട് നിധിയുടെ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കണമെന്ന് പറഞ്ഞു. നിധി വേണ്ട മതി എന്നൊക്കെ പറഞ്ഞാൽ അവർ നിർബന്ധിച്ച് കഴിപ്പിക്കണം നിധിയെ കൊണ്ട്. അങ്ങനെ ആഹാരം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് സുധീഷാണെങ്കിൽ പുറത്തേക്ക് എവിടെ പോയി നിൽക്കുക, പുറത്തെവിടെയും ഗാർഡനിൽ കൂടെയൊക്കെ പോകാൻ ഓർത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും രാജീവനും അരുണും കൂടെ എങ്ങോട്ട് വന്നു. രാജീവൻ ചോദിച്ചു, അല്ല മരുമാനെ നീ ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ഇവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞു. അല്ല അത് പിന്നെ ഞാൻ പുറത്തു പോയിരുന്നാളാ, അത് വേണ്ട ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു വിളിച്ചു. ഒടുവിൽ സെറ്റ് ചെയ്യാൻ വന്നിരിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും രാജീവൻ പറഞ്ഞു, എവിടെ, ഇവിടെയല്ല നിലത്തിരിക്കാൻ പറഞ്ഞു. ആരും പറഞ്ഞു, നീ എന്താടാ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളോടൊപ്പം സെറ്റ് ചെയ്യലിരിക്കാന്നോ? നീ ആ ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന ആഹാരം കഴിച്ച പോലും ഇഷ്ടപ്പെട്ടില്ല, പിന്നെ നിധി എന്തു വിചാരിക്കുന്ന കരുതി മാത്രമാണ് നിന്നെ അവിടെ കയറ്റിയെടുത്തത്. പക്ഷേ ഇനി അതുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. നിനക്കിട്ട് ഞങ്ങൾ പണി വെച്ചിട്ടോളെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷിന് മനസ്സിലായി ഇവന്മാർ പ്ലാൻ ചെയ്ത് തന്നെ വിളിച്ചു വരുത്തി അപമാനിക്കാനുള്ള പുറപ്പാടാണ്. രാജീവൻ പറഞ്ഞു, നിന്നെ ഞാൻ വെല്ലുവിളിച്ച് ഓർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അത് നിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ? ഒരിക്കലും ഇല്ല, നിന്നെ ഞാൻ വെറുതെ വിടലടാ. ഞാൻ ആരാന്ന് നീ അറിയാനായിട്ട് പോകുന്നുള്ളൂ. ഇത്രയും നാളത്തെ പോലെ ഒന്നുമല്ല, ഈ രാജീവ് ആരാ എന്താന്നൊക്കെ നീ ശരിക്കും അറിയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സങ്കടമായിപ്പോയി സുധീഷിന്. കാരണം വരാതിരിക്കാനും പറ്റില്ല, നിധിയെ നഷ്ടപ്പെടുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആ സുധീഷ് വന്നത്. ഇവരിങ്ങനെയൊക്കെ ചെയ്യും, പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടോ? സുധീഷ് ഒടുവിൽ നിലത്തിരിക്കുകയാണ്. വേറെ നിവൃത്തിയില്ലായിരുന്നു. സുധീഷിനെ പിടിച്ച് നിലത്തിരുത്തി. എന്നിട്ട് അവന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് നിധി അങ്ങോട്ടേക്ക് വരുന്നത്. നിധി അങ്ങോട്ട് വന്നിട്ട് ഇതെന്താ സുധീഷ് എന്താ നിലത്തിരിക്കണമെന്ന് ചോദിച്ചു. പെട്ടെന്ന് രാജു പറഞ്ഞു, ഇവൻ്റെ ഒരു തമാശയെ, ഇവനെ കോളേജിലെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനുകരിച്ച് കാണിക്കുമായിരുന്നു, കോളേജിലെ കഥകളും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഭാഗമായിട്ട് ഇവൻ നിലത്തിരുന്നാന്ന് പറഞ്ഞു, ആക്ട് ചെയ്താന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലേ. നിധിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ കാണിക്കുന്നതും പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. സുധീഷിന് മനസ്സിലായി നിധിയുടെ മുന്നിൽ ഇവർ തകർത്ത് വരെ അഭിനയിക്കുക, നല്ല അച്ഛനും സഹോദരനും ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക. കാരണം കള്ളത്തരം പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിധി ആ സെക്കൻഡിൽ ഈ വീട് വിട്ട് തൻ്റെ വീട്ടിലേക്ക് ഒരു ഇവർക്ക് നന്നായിട്ട് അറിയാമെന്ന് മനസ്സിലായി. ഒടുവിൽ നിധിയോട് പറഞ്ഞു, മോളെ ഇവിടെ വന്ന് ഇരിക്കുകയെന്ന് പറഞ്ഞു. പിന്നെ സുധീഷിനോട് പറഞ്ഞു, ബാമൊരുപാനെ ഇവിടെ കയറി വന്നിരിക്കുക, അടുത്തിരിക്കാനൊക്കെ പിടിച്ച് അടുത്തിരുത്തി. പിന്നീട് ഇങ്ങനെ കുറേ സമയം സംസാരിക്കുകയാണ്.
ഇച്ചിരം കഴിയുമ്പോഴത്തേനും സാന്ദ്ര വന്ന് നിധിയെ വിളിച്ചു. നിധി ബാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ സ്വന്തം മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷമായി. കുറേ കാലമായി ഇങ്ങോട്ടേക്ക് വന്നിട്ട്. മുറിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്തോ കണ്ണൊക്കെ അറിയാതെ നിറഞ്ഞു പോയി. ആ സമയം സാന്ദ്ര ചോദിച്ചു, അല്ല എന്തൊക്കെയുണ്ട് നിധി അവിടെ വിശേഷങ്ങളൊക്കെ, നിനക്ക് സുഖമാണെന്നൊക്കെ ചോദിച്ചു. എനിക്ക് സുഖമാണെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, നീ ഇനി പോണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ നിൽക്കാനോ? അതെ, ഇവിടെ നിന്നാൽ മതി, നീ ഒരിടത്തേക്കും പോകണ്ടെന്ന് പറഞ്ഞു. അതൊന്നും ശരിയാകത്തില്ല സാന്ദ്ര എടുത്തി, എനിക്ക് പോകണം, എനിക്ക് ജോലിക്കൊക്കെ പോകണം. അവിടെ നിന്ന് ജോലിക്ക് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടുന്ന് അതൊന്നും ഉണ്ടാകത്തില്ല, ഞാൻ അവിടെ പോയി അവിടെ നിന്ന് ജോലിക്ക് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു. സാന്ദ്ര പറഞ്ഞു, അതെന്താ നിധിയെ നീ അങ്ങനെ പറയണേ, എനിക്ക് നിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന. അതൊന്നും അല്ല, ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല, എനിക്ക് അവിടെ പോയി ജോലിക്ക് പോകുന്ന ഇഷ്ടം. കാരണം ഞാൻ അവിടെയായിട്ട് സെറ്റായി, എനിക്ക് ഈ വലിയ വീടിനേക്കാളും ഇഷ്ടം ആ ചെറിയ വീടാന്നൊക്കെ പറയണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.